أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. സ്നേഹധരണീയരായ വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകന്റെയും വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിച്ച് മരിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് എത്താൻ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ പോലും ഇനി ബാക്കിയില്ല. റമദാനിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ പ്രധാനമായും നാം ഒരുങ്ങേണ്ടത് തഖ്വ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ്. ആമുഖമായി ഓതിവച്ച നോമ്പുമായി ബന്ധപ്പെട്ട നമുക്കെല്ലാവർക്കും സുപരിചിതമായ, പലതവണ ആവർത്തിച്ച് കേട്ട് മനഃപ്പാഠമാക്കിയിട്ടുള്ള ഒരു വചനമാണ്. 2-ാം അധ്യായം സൂറ അൽ ബഖറ 183-ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, വിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻഗാമികളുടെ മേൽ നോമ്പ് നാം നിർബന്ധമാക്കിയതുപോലെ നിങ്ങളുടെ മേലും നാം നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കാൻ വേണ്ടി, അഥവാ തഖ്വയുള്ള ആളുകളായി മാറുന്നതിനു വേണ്ടി. റമദാനിലൂടെ, നോമ്പിലൂടെ നമ്മളെല്ലാവരും നേടിയെടുക്കേണ്ടത് തഖ്വയാണ്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടൻ, ആദരണീയൻ അല്ലാഹുവിന്റെ അടുക്കൽ തഖ്വയുള്ള ആളുകളാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരു അറബിക്ക് അനറബിയേക്കാളോ, ഒരു അനറബിക്ക് അറബിയേക്കാളോ, ഒരു കറുത്തവന് വെളുത്തവനേക്കാളോ, വെളുത്തവന് കറുത്തവനേക്കാളോ പ്രത്യേകിച്ചൊരു ശ്രേഷ്ഠതയുമില്ല. ഒരാൾ അല്ലാഹുവിന്റെ അടുക്കൽ ആദരണീയനാകുന്നത്, ഉത്കൃഷ്ടനാകുന്നത് ഈ ഭൗതികമായ ലോകത്ത് അവനുള്ള സമ്പത്തിന്റെ ആധിക്യം നോക്കിയിട്ടല്ല, ഒരാളുടെ സ്ഥാനമാനമോ സൗന്ദര്യമോ ജനസമ്മിതിയോ ഇവിടെ ഉള്ള വിഭവങ്ങളുടെ വർധനവോ ഇതൊന്നുമല്ല ഒരാളെ അല്ലാഹുവിന്റെ അടുക്കൽ ആദരണീയനാക്കുന്നത്, ഉത്കൃഷ്ടനാക്കുന്നത്. ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ഖാകും, അല്ലാഹുവിന്റെ അടുക്കൽ തീർച്ചയായും നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ, ഉത്കൃഷ്ടൻ എന്ന് പറയുന്നത് നിങ്ങളിൽ തഖ്വയുള്ള ആളുകളാണ്, ഭയഭക്തിയുള്ള ആളുകളാണ്. പരിശുദ്ധ റമദാനിലൂടെ, നോമ്പിലൂടെ നമ്മളോട് നേടിയെടുക്കാൻ ഖുർആൻ ആവശ്യപ്പെടുന്നതും ഈ തഖ്വയാണ്. ഈ നിലയ്ക്ക് പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന നമ്മളെല്ലാവരും തഖ്വയിൽ അധിഷ്ഠിതമായി കൊണ്ട് നോമ്പെടുക്കുവാനും മറ്റ് ഇബാദത്തുകൾ നിർവഹിക്കുവാനും, ഇങ്ങനെ റമദാനിന്റെ രാപ്പകലുകളെ എല്ലാ അർത്ഥ
അത്രയും റമദാനിൽ ജീവിച്ചവരാണ് നമ്മളെല്ലാവരും. 20 കൊല്ലമായി, 30 കൊല്ലമായി, 40 കൊല്ലമായി, 50, 60, 70 റമദാൻ വരെ കണ്ടിട്ടുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. എല്ലാ വർഷത്തിലും റമദാൻ എന്ന് പറയുന്ന ഒരു മാസം കടന്നു വരുന്നു. എല്ലാ വർഷവും റമദാൻ കടന്നു വരുന്നതിന് തൊട്ട് മുമ്പ് ഇതുപോലെയുള്ള ഒരു അവസ്ഥയിലെത്തുമ്പോൾ എല്ലാവരും മനസ്സിൽ ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടാകും, കണക്ക് കൂട്ടലുകൾ ഉണ്ടാകും. ഈ റമദാനിൽ എനിക്ക് ഏറ്റവും കൂടുതലായി ഇബാദത്ത് ചെയ്യണം, ഈ റമദാനിൽ എനിക്ക് നന്നാകണം, ഈ റമദാനിൽ എനിക്ക് തെറ്റുകുറ്റങ്ങളൊന്നും ചെയ്യാതെ ഈ റമദാനിൽ നേടിയെടുക്കുന്ന ഈമാനും തഖ്വയുമെല്ലാം മരണം വരെ നിലനിർത്തി അങ്ങനെ നല്ല മനുഷ്യനായി ഈ റമദാനിൽ എനിക്ക് മാറണം. ജമാഅത്ത് നമസ്കാരങ്ങൾ നഷ്ടപ്പെടരുത്, തറാവീഹ് നമസ്കാരങ്ങൾക്ക് മടി വരാൻ പാടില്ല, ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കണം, കുറെ ഖുർആൻ ഓതണം, ദിക്ർ ചൊല്ലണം, ദുആ ഇറക്കണം, സ്വലാത്തുകൾ അധികരിപ്പിക്കണം. ഇങ്ങനെ ഒരുപാട് ചെയ്യണമെന്ന് റമദാൻ നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ മുസ്ലിമായ വിശ്വാസിയായ എന്റെയും നിങ്ങളുടെയും മനസ്സിന്റെ ആഗ്രഹങ്ങളാണ്, സങ്കല്പങ്ങളാണ്, നമ്മളൊക്കെ മനസ്സിൽ സ്വരുക്കൂട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. റമദാൻ കടന്നു വരുന്നു. തുടക്കത്തിൽ ചെറിയൊരു ആവേശമൊക്കെ നമ്മൾ കാണിക്കും. അത് കഴിഞ്ഞ് റമദാൻ തുടങ്ങി ഒരാഴ്ച കഴിയുന്നതിന് മുമ്പേ നമുക്കൊക്കെ പിന്നെ ക്ഷീണമായി, വയറിന് ഗ്യാസ് പ്രോബ്ലമായി, തലവേദനയായി, കാലുവേദനയായി, മുട്ടുവേദനയായി, സുബഹിക്ക് പള്ളിയിൽ വരുന്നില്ല, തറാവീഹ് നമസ്കാരങ്ങൾക്ക് പള്ളിയിലേക്ക് എത്തുന്നില്ല, പള്ളികൾ കാലിയായി തുടങ്ങി. ആകെ റമദാനിൽ പിന്നെ തിരക്കുണ്ടാകുന്നത് മഗ്‌രിബിന്റെ നോമ്പ് തുറയുടെ സമയത്ത് മാത്രമായി. തുടക്കത്തിലേക്ക് ഇടയത്താഴമൊക്കെ കഴിച്ചിട്ട് നേരത്തെ തന്നെ സുബഹിക്ക് പള്ളിയിലെത്തും. പിന്നെ നമ്മൾ കാണുന്നത് അത്താഴം കഴിച്ചിട്ട് സുബഹി ജമാഅത്ത് പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് കിടന്നുറങ്ങുക. തുടക്കത്തിലൊക്കെ എപ്പോഴും ഇങ്ങനെ ഖുർആൻ ഓതുന്ന അവസ്ഥയുണ്ടാകും. 2-3 ദിവസം കഴിയുമ്പോഴേക്ക് ഖുർആൻ തുറക്കുമ്പോഴേ ഉറക്കം തൂങ്ങുന്ന അവസ്ഥയുണ്ടാകും. റമദാനിന് മുമ്പ് എന്താ ഈ സമയത്തൊക്കെ നമ്മുടെയൊക്കെ മനസ്സിന്റെ ചിന്ത? ഈ റമദാനിൽ എനിക്ക് കുറെ ഓതണം, കുറെ ഖത്ം തീർക്കണം, ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ റമദാൻ വിട പറയുന്ന സമയമെത്തുമ്പോ പല ആളുകളും സങ്കടപ്പെടുകയാണ്. എത്ര പെട്ടെന്നാണ് റമദാൻ തീർന്നത്, ഒരു ഖത്ം പോലും ഓതി തീർക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ, എത്രയോ ഫർദ് നമസ്കാരങ്ങളാണ് ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയത്, എത്രയോ തറാവീഹ് നമസ്കാരങ്ങൾക്കാണ് ഞാൻ പള്ളിയിൽ എത്താതിരുന്നത് എന്ന ഒരു സങ്കടം റമദാനിന്റെ അവസാന സമയത്ത് എന്നെയും നിങ്ങളെയും പിടികൂടാതിരിക്കാൻ തുടക്കത്തിൽ തന്നെ നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം, പ്രതിജ്ഞ ചെയ്യണം. ഈ റമദാനിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല റമദാനാക്കി ഞാൻ മാറ്റും. കഴിഞ്ഞ റമദാനിൽ സംഭവിച്ചതുപോലെയുള്ള ദൗർബല്യം, അലസത, മടി ഈ റമദാനിൽ എന്റെ ശരീരത്തെയും മനസ്സിനെയും പിടികൂടാൻ പാടില്ല. തുടക്കത്തിലുള്ള ആവേശം കുറഞ്ഞു പോകാതെ, തണുത്തു പോകാതെ റമദാനിന്റെ അവസാനം വരെ നിലനിർത്തുമെന്ന ദൃഢപ്രതിജ്ഞയോടുകൂടിയായിരിക്കണം നമ്മളെല്ലാവരും ഈ റമദാനിന്റെ അവസാനം വരെ കഴിച്ചു കൂട്ടേണ്ടതെന്ന് പ്രത്യേകമായി എന്നോടും നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അതിനുള്ള തൗഫീഖ്, ആഫിയത്ത്, ദീർഘായുസ്, ആരോഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ നമ്മൾ എല്ലാവരും ഒരു കാര്യം ആലോചിക്കുന്നത് നല്ലതാണ്. കഴിഞ്ഞ റമദാനിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ എവിടെയാണ്? കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ നോമ്പ് തുറക്കാനുണ്ടായിരുന്ന, പള്ളിയിൽ വന്നിരുന്ന, ജമാഅത്ത് നമസ്കാരങ്ങളിൽ ഉണ്ടായിരുന്ന പല ആളുകളും, അവരിൽ പല ആളുകളും ഇന്ന് ഖബറിലാണ്, ബർസഖിയായ ലോകത്തേക്ക് അവർ എത്തിപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ അവസ്ഥ എന്തായി എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇനി ഞാനും നിങ്ങളും പോകേണ്ട, നമുക്കൊക്കെ തരണം ചെയ്യേണ്ട അടുത്ത ഘട്ടമെന്ന് പറയുന്നത് മരണത്തിന് അപ്പുറത്തുള്ള ബർസഖിയായ ഒരു കാലഘട്ടമാണ്, ഒരു ലോകമാണ്. മരണത്തിന് പ്രായവ്യത്യാസം എന്ന് പറയുന്ന ഒന്നില്ല. ഒരുപക്ഷെ ഈ കടന്നു വരുന്ന റമദാൻ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ അവസാന റമദാനായി മാറിയാലോ? ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. കാരണം മനുഷ്യ, നീ ധരിക്കുന്ന നിന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ സമീപത്ത് നിന്റെ മരണമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോ നമ്മുടെ കാലിൽ നാം ചെരുപ്പണിയുമ്പോ ആ ചെരുപ്പിന്റെ വാറ് നമ്മുടെ കാലിനോട് ഒട്ടിച്ചേർന്നാണ് കിടക്കുന്നതെങ്കിൽ ആ ചെരുപ്പിന്റെ വാറിനേക്കാൾ സമീപത്ത് നിന്റെ മരണം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പേടിപ്പിക്കാനായി വെറുതെ പറഞ്ഞതല്ല. ഇസ്ലാം പഠിപ്പിച്ചത് അങ്ങനെയാണ്. ആ മരണചിന്ത എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കണം. ഞാൻ മരണപ്പെട്ടാൽ ഇനി എനിക്ക് അടുത്തതായി ചെന്നു ചേരാനുള്ള സ്ഥലമാണ് എന്റെ ഖബർ അഥവാ എന്റെ ബർസഖ്. നമ്മിൽ പല ആളുകളുടെയും ഉമ്മയും ഉപ്പയും സഹോദരങ്ങളും ബന്ധുമിത്രാദികളും ഇന്ന് ബർസഖിലാണ് എങ്കിൽ അവരുടെ അവസ്ഥ എന്താണ് സഹോദരങ്ങളെ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇന്ന അഹദകും ഇദാ മാത ഉരിദ അലൈഹി മഖഅദുഹു ബിൽ ഗദാതി വൽ അശി ഇൻ കാന മിൻ അഹ്ലിൽ ജന്ന ഫമിൻ അഹ്ലിൽ ജന്ന വഇൻ കാന മിൻ അഹ്ലിൻ നാർ ഫമിൻ അഹ്ലിൻ നാർ ഫയുഖാലു ഹാദാ മഖഅദുക ഹത്താ യബഅതക അല്ലാഹു യൗമൽ ഖിയാമ. തീർച്ചയായും നിങ്ങളിൽ ഒരാൾ മരണപ്പെട്ടാൽ മരണത്തോടുകൂടി ആ മനുഷ്യനരാജന്റെ ഖബർ ജീവിതത്തിലേക്ക് എത്തിപ്പെടുകയാണ്. ഏതൊരാളും തന്റെ ബർസഖിയായ ജീവിതത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ബർസഖിന്റെ അവസ്ഥ എന്താണെന്നറിയുമോ? ഡെയിലി രാവിലെയും വൈകുന്നേരവും ഒരു ഖബറാളിയുടെ മുന്നിൽ ഒരു ദിവസം 2 വട്ടം അവന്റെ മഖ്അദ്, അവന്റെ സീറ്റ്, അവന്റെ ഇരിപ്പിടം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖബറിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്, പ്രദർശിപ്പിക്കുകയാണ്. ഇൻ കാന മിൻ അഹ്ലിൽ ജന്ന ഫമിൻ അഹ്ലിൽ ജന്ന വഇൻ കാന മിൻ അഹ്ലിൻ നാർ ഫമിൻ അഹ്ലിൻ നാർ. അവൻ സ്വർഗ്ഗത്തിന്റെ അഹ്ലുകാരനാണെങ്കിൽ സ്വർഗ്ഗത്തിലെ മഖ്അദ്, സ്വർഗീയ ലോകത്ത് ആ ഖബറാളിക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടുള്ള അവന്റെ സീറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖബറിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. നരകത്തിന്റെ അഹ്ലുകാരനാണോ, നരകത്തിൽ അവന് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടിട്ടുള്ള അവന്റെ മഖ്അദ്, അവന്റെ ഇരിപ്പിടം അവന്റെ ഖബറിൽ ഇങ്ങനെ കാണിക്കപ്പെടുകയാണ്. ഡെയിലി 2 വട്ടം നമ്മുടെ വാപ്പയും ഉമ്മയും അതിന്ന് കാണുന്നുണ്ട്. ഓരോ ഖബറിലും ആ ഖബറാളികളുടെ മുന്നിൽ ഡെയിലി 2 വട്ടം രാവിലെയും വൈകുന്നേരവും അവന്റെ മഖ്അദ് പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. മഅദല്ലാഹ്, അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട് ബർസഖിയായ ലോകത്ത് എത്തിച്ചേർന്ന നമുക്ക് വേണ്ടപ്പെട്ടവരായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബർസഖ് വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, പ്രകാശപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത നാഥൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ആലോചിക്കണം, ഇനിയൊരു റമദാൻ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഈ കടന്നു വരുന്ന റമദാൻ, ആ റമദാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അവസാന റമദാനായി മാറിയാൽ അത് തന്നെ 3-4 ദിവസത്തെ ഗ്യാപ്പുണ്ട് റമദാനും നമ്മളും തമ്മിൽ. നമ്മൾ എത്തുമോ എന്ന കാര്യത്തിൽ പോലും നമുക്ക് ഉറപ്പില്ല. എത്തിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ അവസാന റമദാനായി മാറിയാലോ? ഏതൊരു ഇബാദത്തിനെയും അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വഹാബത്ത് മനസ്സിലാക്കിയത് അങ്ങനെയാണ്. പ്രവാചകന്റെ സ്വഹാബത്ത് നമസ്കരിക്കാൻ കൈകെട്ടി നിൽക്കുമ്പോൾ അവരുടെ ചിന്ത, ഒരുപക്ഷേ ഞാൻ നിർവഹിക്കാൻ പോകുന്ന ഈ നമസ്കാരം എന്റെ ജീവിതത്തിലെ അവസാന നമസ്കാരമായി മാറിയാലോ? ളുഹർ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ സ്വഹാബത്തിന്റെ ചിന്ത അതാണ്, അസറിന് മുമ്പായി ഞാൻ മരണപ്പെട്ടാൽ എന്റെ ജീവിതത്തിൽ ഞാൻ അവസാനമായി നിർവഹിക്കാൻ പോകുന്ന നമസ്കാരമേ ളുഹറാകാം, അതല്ലെങ്കിൽ ഈ മഗ്രിബാകാം, അതല്ലെങ്കിൽ ഈ ഇശാ നമസ്കാരമാകാം. ഇങ്ങനെ ഏതൊരു നമസ്കാരത്തിന് നിൽക്കുമ്പോഴും സ്വഹാബത്തിന്റെ ചിന്ത, ഞാൻ നിർവഹിക്കാൻ പോകുന്ന ഈ നമസ്കാരം എന്റെ ജീവിതത്തിലെ അവസാന നമസ്കാരമായി മാറിയേക്കാം. അതുകൊണ്ട് ആ നമസ്കാരത്തെ ഏറ്റവും ഭംഗിയാക്കാൻ, ഏറ്റവും സുന്ദരമാക്കാൻ, തഖ്വയിൽ അധിഷ്ഠിതമാക്കാൻ സ്വഹാബത്തിന് സാധിച്ചു. അവര് സകാത്ത് കൊടുക്കുമ്പോ, സ്വതക്ക കൊടുക്കുമ്പോ, അടുത്ത തവണ ദാനം ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടുന്നതിന് മുമ്പായി ഞാൻ മരണപ്പെട്ടാലോ, ഞാൻ കൊടുക്കുന്ന ഈ ധർമ്മം എന്റെ ജീവിതത്തിന്റെ അവസാന ധർമ്മമായി മാറിയാലോ? നോമ്പെടുക്കുമ്പോ ഈ നോമ്പ് റമദാൻ കടന്നു വരുമ്പോ ഈ റമദാൻ എന്റെ ജീവിതത്തിലെ അവസാന റമദാനായി മാറിയാലോ എന്ന ചിന്തയോടുകൂടി ഏതൊരു സൽക്കർമ്മത്തെയും ഇബാദത്തിനെയും നിർവഹിക്കാൻ മുൻഗാമികളായ സ്വഹാബത്തിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. നമുക്കതിന് കഴിയുന്നില്ല. കാരണം എന്താ? ദുനിയാവിന്റെ പരക്കം പാച്ചിലാണ്. ആ ഓട്ടത്തിനിടയിൽ നമുക്കൊക്കെ ഒരു തോന്നലാണ്, ചെറുപ്പാണ്, ആരോഗ്യമാണ്, കുഴപ്പമൊന്നുമില്ല, ഇനി എത്ര റമദാൻ വരാനുണ്ട്, ഇനി എത്ര കാലമുണ്ട് നമുക്ക് എന്ന ചിന്തയാണ്. അങ്ങനെ ഒരു ചിന്ത, അങ്ങനെ ഒരു അഹങ്കാരം എന്നെയും നിങ്ങളെയും പിടികൂടാൻ പാടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കടന്നു വരുന്ന റമദാൻ, ആ റമദാനിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ റമദാനിനെ നെഞ്ചിലേറ്റാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല
എത്രയോ ഓഫറുകളാണ് പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ മറ്റ് മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി റമദാനിൽ നിർവഹിക്കുന്ന ഒരു നോമ്പാകട്ടെ, നമസ്കാരമാകട്ടെ, സ്വതക്കയാകട്ടെ, എന്താകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റ് മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇരട്ടി 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 പ്രതിഫലമാണ് റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓഫർ ചെയ്യുന്നത്. ഒരു വഖത്ത് നമസ്കരിച്ചാൽ ഒരു വഖത്തിന്റെ കൂലിയല്ല, ഒരു നോമ്പ് നോറ്റാൽ ഒരു നോമ്പിന്റെ കൂലിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് 70ആയി, 700ആയി, 7000ആയി, 70000ആയി, അതിലുമപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന അത്ര റമദാനിൽ ഇരട്ടി 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 പ്രതിഫലം നൽകുന്ന ഒരു മാസമാണ്. ഇങ്ങനെ ഒരു മാസം ഞാനും നിങ്ങളും നഷ്ടപ്പെടുത്തുന്ന വിഡ്ഢികളായി, മൂഢന്മാരായി നമ്മൾ മാറാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് ഏറ്റവും കൂടുതൽ കാരുണ്യം കാണിക്കുന്ന മാസമാണ് റമദാൻ മാസം. റമദാൻ മാസം സമാഗതമായാൽ സ്വർഗത്തിന്റെ കവാടങ്ങളെല്ലാം മലർക്കെ തുറക്കപ്പെടുകയാണ്, നരകത്തിന്റെ കവാടങ്ങളെല്ലാം കൊട്ടി അടക്കപ്പെടുകയാണ്. നരകവാസികളായ ആളുകളെ നരകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മോചിപ്പിക്കുന്ന മാസമാണ്. അതുപോലെ മനുഷ്യരെ പിഴപ്പിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് മനുഷ്യർക്കിടയിൽ ഊരു ചുറ്റുന്ന പിശാചുക്കൾ, ധിക്കാരികളായ ജിന്നുകൾ, അവരെയെല്ലാം ചങ്ങലകളിൽ ബന്ധിപ്പിക്കുന്ന മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം. ഇങ്ങനെ തിന്മക്കുള്ള സാഹചര്യങ്ങളെല്ലാം കൊട്ടിയടക്കും റമദാൻ. നന്മക്കുള്ള സാഹചര്യം ഉണ്ടാക്കി തരും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പരിശുദ്ധ റമദാൻ സമാഗതമായാൽ ആകാശത്തിന്റെ ഒരു കവാടമെന്ന് തുറക്കപ്പെടുകയാണ്. ആ കവാടത്തിൽ നിന്ന് ഒരു മലക്കതാ പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് ആ മലക്ക് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യരെ നിങ്ങൾ മുന്നിടൂ, തിന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ തെറ്റുകളെല്ലാം നിർത്തൂ എന്ന്. ആകാശത്തിന്റെ കവാടം തുറക്കപ്പെടുന്നു. അതിൽ നിന്നൊരു മലക്കിറങ്ങി വരുന്നു. ആ മലക്ക് ഇങ്ങനെ വിളിച്ചു പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവ വിശ്വാസികളായ ആളുകൾക്ക് നന്മ ചെയ്യാനുള്ള പ്രേരണ, പ്രോത്സാഹനം, അതുപോലെ ഈമാനികമായ ഒരു ആവേശം എല്ലാം റമദാൻ നമുക്ക് ഉണ്ടാക്കി തരുമെന്നതിൽ ഒരു സംശയമില്ല. ഈ നിരക്ക് റമദാനിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചാൽ പ്രവാചകൻ പറയുകയാണ്, നാളെ പരലോകത്ത് വരുമ്പോ സ്വർഗത്തിനൊരു പ്രത്യേകമായ കവാടമുണ്ട്. ആ കവാടത്തിന്റെ പേര് റയ്യാൻ എന്നാണ്. ആ കവാടം തുറക്കപ്പെടുകയാണ്. എന്നിട്ടതാ വിളിച്ചു പറയപ്പെടുകയാണ്, അല്ലയോ നോമ്പുകാരെ, നിങ്ങൾ എവിടെയാണ്? നോമ്പുകാരെ നിങ്ങൾ വരൂ. ഇങ്ങനെ നോമ്പുകാരെ പ്രത്യേകമായി ക്ഷണിക്കുകയാണ്. എന്നിട്ട് ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ നോമ്പുകാരായ ആളുകൾ സ്വർഗീയ ആരാമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നോമ്പുകാരായ ആളുകൾ പ്രവേശിച്ചു കഴിയുമ്പോ ആ കവാടം അങ്ങ് അടക്കപ്പെടുകയാണ്. നോമ്പുകാരല്ലാത്ത ആളുകൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല. പ്രത്യേകമായ ഒരു കവാടം തന്നെ സ്വർഗത്തിലെ, എന്തിനാ? നോമ്പുകാരായ ആളുകളെ സ്വീകരിക്കുന്നതിന്, ആനയിച്ചു കൊണ്ടുപോകുന്നതിന് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, പരലോകത്ത് വിചാരണയുടെ സുദിനത്തിൽ നമ്മളിങ്ങനെ നിൽക്കാൻ ആരെങ്കിലും നമ്മളെ മെയിൻ ചെയ്യും? ആരെങ്കിലും നമ്മുടെ വക്കാലത്ത് ഏറ്റുപിടിക്കാൻ വരും? ആരെങ്കിലും നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് വാദിക്കാൻ തയ്യാറാവോ? ഭാര്യയുണ്ട്, മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. ഒരാൾ നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല. വലാ യസ്അലു ഹമീമുൻ ഹമീമാ. ഒരു ഉറ്റബന്ധുവും തന്റെ ഉറ്റബന്ധുവിനോട് ഒന്നും തന്നെ ചോദിക്കാത്ത, ഒരു കുശലാന്വേഷണവും നടത്താത്ത ദിവസമാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനു യുഗ്നീഹി. മനുഷ്യൻ തന്റെ സഹോദരനെ വിട്ട് ഓടുകയാണ്. ഉമ്മയെ വിട്ട്, ഉപ്പയെ വിട്ട്, ഭാര്യയെ വിട്ട്, ഇണയെ വിട്ട്, മക്കളെ വിട്ട്, ബന്ധുമിത്രാദികളെ വിട്ട് എല്ലാവരും പരസ്പരം ഓടി ഓടി മറയുകയാണ്. എല്ലാവർക്കും പറയാനുള്ള എന്താണെന്നറിയോ? നഫ്സി നഫ്സി നഫ്സിയ, എനിക്കെന്റെ കാര്യം, എനിക്കെന്റെ കാര്യം. ഒരാളും നമ്മളെ തിരിഞ്ഞു നോക്കാനില്ല. നമ്മൾ ആറ്റുനോറ്റ് വളർത്തിക്കൊണ്ടുവന്ന നമ്മുടെ മക്കൾ, ജീവിതത്തിന്റെ അധ്വാനം, നമ്മുടെ ആരോഗ്യം, സമയം, നമ്മുടെ സമ്പത്ത് മുഴുവനും അവർക്ക് വേണ്ടി നമ്മൾ ചെലവഴിച്ചു. പരലോകത്ത് ആ മക്കള് പോലും നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല. അപ്പോഴാണ് അവിടെ ഒരാൾ വരിക. ആരാണത്? പ്രവാചകൻ പറയുകയാണ്, ഖുർആൻ പാരായണം അവിടെ വരികയാണ്, നോമ്പ് അവിടെ വരികയാണ്. എന്നിട്ട് അള്ളാഹുവിനോട് നോമ്പിതാ നിങ്ങൾക്ക് വേണ്ടി തർക്കിക്കുകയാണ്. റബ്ബേ, ഈ
മനുഷ്യൻ നിനക്ക് വേണ്ടി നോമ്പ് നോറ്റവനാണ്, പകൽ സമയങ്ങളിൽ ആഹാരപാനീയങ്ങൾ ഉപേക്ഷിച്ചവനാണ്. അതുകൊണ്ട് ഈ മനുഷ്യന് വേണ്ടി ഞാനിതാ നിന്നോട് റെക്കമെൻഡ് ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നോമ്പിന്റെ ശഫാഅത്ത് ശുപാർശ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന. ആരും നമുക്ക് വേണ്ടി സംസാരിക്കാനില്ലാത്ത ദിവസത്തിൽ നോമ്പ് എനിക്കും നിങ്ങൾക്കും വേണ്ടി സംസാരിക്കാൻ, പരലോകത്ത് നമ്മുടെ കാര്യത്തിൽ ഇടപെടാൻ മുന്നോട്ട് വരണമെങ്കിൽ യഥാർത്ഥ നോമ്പുകാരായി നമ്മൾ മാറണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നോമ്പുകാരൻ രണ്ട് സന്തോഷത്തിന്റെ അവസരമുണ്ട്. ഒന്ന് ദുനിയാവിൽ നോമ്പ് തുറക്കുന്ന സമയമാണ്. രണ്ടാമത്തെ സമയം ഏതാണെന്ന് അറിയുമോ? അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന രംഗമാണ്. വിശ്വാസികളെ, നമ്മുടെ റബ്ബിനെ കാണാൻ നമുക്ക് ബോധ്യമില്ലേ? നമ്മളെ സൃഷ്ടിച്ച, നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ ചോദിക്കാതെ ഒരുക്കി തന്ന, നമുക്ക് വേണ്ടിയാണ് ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും വായുവും വെള്ളവും ആഹാരവും എല്ലാം നമുക്ക് തന്നു. നമുക്ക് മാതാപിതാക്കളെ തന്നു, ഭാര്യയെ തന്നു, മക്കളെ തന്നു, എല്ലാം നമുക്ക് നൽകി. ഇനിയും നമുക്ക് എല്ലാം നൽകാൻ കഴിവുള്ളവര് മാറപ്പാൻ. ആ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു വിശ്വാസി ഉണ്ടാകും, ഒരു മുസ്ലിം ഉണ്ടാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നോമ്പുകാരനായ ആളുകൾ അവരുടെ രണ്ടാമത്തെ സന്തോഷത്തിന്റെ അവസരം എന്ന് പറയുന്നത് നാളെ പരലോകത്ത് തന്റെ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള അവസരമാണ്. ഏതുപോലെ? 14-ാം രാവിൽ നിങ്ങൾ പൗർണമിയെ കാണുന്നത് പോലെ തെളിഞ്ഞ ആകാശമാണെങ്കിൽ, അന്തരീക്ഷം നല്ല തെളിഞ്ഞതാണെങ്കിൽ, കാർമേഘം വന്ന് മൂടിയിട്ടില്ല എങ്കിൽ 14-ാം രാവിൽ നിങ്ങൾ പൗർണമിയെ എങ്ങനെയാണോ കാണുന്നത്, അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കുന്നതാണ്. ആർക്ക്? നോമ്പുകാരായ ആളുകൾക്ക്. യഥാർത്ഥ നോമ്പുകാരൻ ഉണ്ടാകുന്ന സന്തോഷത്തിന്റെ അവസരമാണത്. فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. ആർ തന്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവോ അവൻ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കട്ടെ, അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കട്ടെ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓതി തരികയാണ്. അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ യഥാർത്ഥ നോമ്പുകാരായി നമ്മൾ മാറണം. പിന്നെയോ, നമുക്കൊക്കെ ദുനിയാവിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പല കാര്യങ്ങൾക്കും റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നമുക്ക് തന്നെ പരാതി ഉണ്ടാവും, എന്റെ പ്രാർത്ഥന അല്ലാഹു കേൾക്കുന്നില്ല, എനിക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, 3 വിഭാഗക്കാരുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല തള്ളിക്കളയില്ല. അതിലൊരു വിഭാഗം ആരാണെന്നറിയുമോ? നോമ്പുകാരൻ നോമ്പ് തുറക്കുമ്പോൾ നടത്തുന്ന പ്രാർത്ഥനയാണ്. സുബ്ഹിന്റെ സമയം മുതൽ മഗ്രിബിന്റെ സമയം വരെ എല്ലാം ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറായി. മഗ്രിബിന്റെ ബാങ്ക് കേൾക്കുകയാണ്, വെള്ളം കുടിച്ചുകൊണ്ട് കാരക്ക തിന്നുകൊണ്ട് നോമ്പ് തുറക്കുകയാണ്. ആശ്വാസമായി, സമാധാനമായി. ആ സമയത്തൊരു നോമ്പുകാരൻ അല്ലാഹുവിനെ വിളിക്കുകയാണ്, റബ്ബിനോട് ചോദിക്കുകയാണ്. അവന്റെ ചോദ്യം ദുനിയാവാകാം, ആഖിറമാകാം, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അവന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണോ, അവന്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യമാണോ, അവന്റെ മാതാപിതാക്കളുടെ വിഷയമാണോ, മക്കളാണോ, അവരുടെ വിവാഹമാണോ, അവരുടെ വിദ്യാഭ്യാസമാണോ, അതല്ലെങ്കിൽ ദുനിയാവിൽ നല്ലൊരു വീടാണോ, എന്താണോ നിനക്ക് ആഗ്രഹമുള്ളത്? നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സമയത്ത് അല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് അവൻ തേടുമ്പോ ആ പ്രാർത്ഥന അല്ലാഹുവിന്റെയും ആ പ്രാർത്ഥനയുടെയും ഇടയിൽ മറയില്ല, തടസ്സമില്ല. ഡയറക്റ്റായി നേർക്ക് നേരെ നിങ്ങളുടെ പ്രാർത്ഥന അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് പോകുന്ന സമയം ഏതെന്നറിയുമോ? നോമ്പുകാരൻ നോമ്പ് തുറക്കുമ്പോൾ നടത്തുന്ന പ്രാർത്ഥനയാണ്. ഇതൊക്കെ റമദാനിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. അതല്ലാതെ വെറുതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ എനിക്ക് നോമ്പാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നോമ്പിന്റെ ചൈതന്യം, മഹത്വം, റമദാനിന്റെ പവിത്രത ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ നോമ്പുകാരനായി മാറിയാൽ അവനെ കാത്തിരിക്കുന്നത് സ്വർഗ്ഗല്ലാണ്ട് പിന്നെ എന്താ? അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, നബിയെ, എനിക്ക് സ്വർഗ്ഗത്തിൽ പോകണം, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? സ്വർഗപ്രവേശനം കരസ്ഥമാക്കാൻ എനിക്ക് വല്ല കർമ്മവും നബിയെ അങ്ങ് പറഞ്ഞു തരിക. പ്രവാചകൻ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? നീ നോമ്പെടുക്കുക, അതിന് തത്തുല്യമായി മറ്റൊന്നില്ല. അദ്ദേഹം പറയുകയാണ്, രണ്ടാമത് ഞാൻ പ്രവാചകനോട് ചോദിക്കുകയാണ്, നബിയെ, പിന്നെ ഞാൻ ചെയ്യേണ്ടത് എന്താണ്? രണ്ടാമതും പ്രവാചകൻ മറുപടി നൽകുകയാണ്, നീ നോമ്പെടുക്കുക, അതിന് തുല്യമായി മറ്റൊന്നില്ല.
പ്രതിഫലം സ്വർഗ്ഗാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനത്തിൽ നമുക്ക് കാണാം, അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസാണ്. അവിടെ നിന്ന് പറയുകയാണ്, മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരാൾ ഒരു ദിവസം നോമ്പെടുത്താൽ ഇല്ലാ ബഅദല്ലാഹു ബിദാലികൽ യൗമി വജ്റഹു അലന്നാരി 70 ഖരീഫാ. ഒറ്റ നോമ്പിന്റെ മഹത്വമാണ് ഈ പറഞ്ഞത്. ഒരു നോമ്പ് അള്ളാന്റെ മാർഗത്തിലായി അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു ദിവസം നോമ്പെടുത്താൽ നാളെ പരലോകത്ത് വരുമ്പോൾ അവന്റെ മുഖം അള്ളാഹു നരകത്തിൽ നിന്ന് അകറ്റിക്കളയും. എത്ര അറിയോ? 70 ഖരീഫ, 70 വർഷം. 70 വർഷത്തെ വഴിദൂരം, 70 കൊല്ലം സഞ്ചരിക്കണം നരകത്തിലേക്ക് എത്താൻ. നരകത്തിൽ നിന്ന് അത്രമാത്രം വഴിദൂരം ഒരൊറ്റ നോമ്പ് കൊണ്ട് അവന്റെ മുഖത്തെ നരകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റിക്കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ നോമ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ സ്വാമ റമദാന ഈമാനൻ വക്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമദാനിൽ നോമ്പനുഷ്ഠിച്ചാൽ എങ്ങനെ ഈമാനോടുകൂടി, വെറുതെ നോമ്പെടുക്കലല്ല. ചില ആളുകൾ അങ്ങനെ ഉണ്ട്, റമദാനല്ലേ ഇപ്പൊ നോമ്പെടുക്ക, എല്ലാവരും നോമ്പെടുക്കല്ലേ. ചില ആളുകൾ പറയും ഇപ്പൊ നോമ്പെടുത്തില്ലെങ്കിലും ഭാര്യ ഒന്നും വെച്ചുണ്ടാക്കി തരുന്നില്ല, അപ്പൊ പിന്നെ നോമ്പെടുക്കാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല, ആകെ പച്ചവെള്ളം മാത്രമേ കിട്ടുള്ളൂ, എന്നാ പിന്നെ നോമ്പെടുക്ക. അങ്ങനെ നോമ്പെടുക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ റമദാനിലെ നോമ്പെടുത്തില്ലെങ്കിൽ ആരെങ്കിലും ചോദിച്ചാൽ അറിഞ്ഞാലും മോശമല്ലേ, എന്നാ പിന്നെ നോമ്പെടുക്ക. അങ്ങനെ നോമ്പെടുക്കുന്ന ആളുകളുണ്ട്. ആ നോമ്പിനെ പറ്റിയല്ല പറയുന്നത്. ഈമാനോടുകൂടി ഉറച്ച വിശ്വാസത്തോടുകൂടി റമദാനിൽ ആരെങ്കിലും നോമ്പെടുത്താൽ, അതുപോലെ തന്നെ വക്തിസാബ പ്രതിഫലേച്ഛയോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഈ നോമ്പിന് എനിക്ക് കൂലി കിട്ടണം, എന്റെ നോമ്പ് അല്ലാഹു പരിഗണിക്കണം, എനിക്കതിന് പ്രതിഫലം കിട്ടണം, എന്റെ നോമ്പ് നന്മയുടെ മീസാനിൽ കരം തൂങ്ങണം, ഇങ്ങനെ ഈമാനോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി ആരാണോ റമദാനിൽ നോമ്പെടുക്കുന്നത്, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ നോമ്പെടുത്താൽ കഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുകയാണ്, ചെറുപാപങ്ങളെല്ലാം പൊറുക്കപ്പെടുകയാണ്. അപ്പൊ റമദാൻ എന്തിനാ? അത് മഗ്ഫിറത്തിന്റെ മാസമാണ്, പാപമോചനത്തിന്റെ മാസമാണ്. നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാൻ റമദാനിൽ കഴിയണം. ഇല്ലെങ്കിലോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് ഇങ്ങനെ കയറുമ്പോ, മിമ്പറിന്റെ ഓരോ പടി ഇങ്ങനെ ചവിട്ടുമ്പോ ആമീൻ 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 3 പടി ചവിട്ടിയപ്പോഴും 3 വട്ടം പ്രവാചകൻ ആമീൻ എന്ന് പറഞ്ഞു. ഖുത്ബ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അല്ല പ്രവാചകൻ, എന്താണ് പതിവിന് വിരുദ്ധമായി അങ്ങ് മിമ്പറിൽ കയറിയപ്പോ ഓരോ പടി ചവിട്ടിയപ്പോഴും ആമീൻ 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 എന്ന് പറഞ്ഞല്ലോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ എന്റെ മിമ്പറിലേക്ക് കയറുമ്പോൾ മിമ്പറിന്റെ ഓരത്ത് ആരുണ്ട്? മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ട്. അദ്ദേഹം 3 പ്രാർത്ഥന നടത്തി. ആ 3 പ്രാർത്ഥനക്കാണ് ഞാൻ 3 വട്ടം ആമീൻ എന്ന് പറഞ്ഞത്. അതിലൊരു പ്രാർത്ഥന എന്താണെന്നറിയോ? ഒരു മനുഷ്യന് റമദാനിൽ ജീവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ട് അവൻ നന്നായില്ലെങ്കിൽ അവൻ നശിക്കട്ടെ പ്രാർത്ഥിച്ചതാരാ? മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. മലക്കുകളുടെ കൂട്ടത്തിൽ പ്രധാനിയായ റൂഹുൽ അമീൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു. ആമീൻ എന്ന് മറുപടി പറഞ്ഞതാരാ? അഷ്റഫുൽ ഖൽഖ്, ലോകം കണ്ട ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തിത്വം നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റമദാനിൽ മനുഷ്യ ഈ നന്നായില്ലെങ്കിൽ, നിന്റെ പാപങ്ങളെല്ലാം റമദാനിലൂടെ പൊറുപ്പിക്കപ്പെടാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ നശിച്ചു. പ്രവാചകന്റെ ആമീൻ പറച്ചിലാണ്, നശിക്കാതിരിക്കോ. അതുകൊണ്ട് യഥാർത്ഥ നോമ്പുകാരനായി മാറിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നോമ്പുകാരനെ എത്ര മാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്നറിയോ? വർണ്ണിക്കാൻ കഴിയില്ല. പ്രവാചകന്റെ ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്തിട്ടാണ് പറയുന്നത്. എന്താ പ്രവാചകൻ പറയുന്നത്? വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലഖുലൂഫു ഫമിസ്വാഇമി അത്യബു ഇൻദല്ലാഹി തആല മിൻ റീഹിൽ മിസ്കി, നോമ്പുകാരന്റെ വായയിൽ ഉണ്ടാകുന്ന സ്മെല്ല് നോക്ക് നിങ്ങൾ. ഒരു നോമ്പുകാരനെ ഇസ്ലാം എത്രത്തോളം പരിഗണിക്കുന്നു. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നും തിന്നാതെ കുടിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ വായയിൽ ഒരു നാറ്റുണ്ടാവും, ഒരു സ്മെല്ലുണ്ടാവും. ആ സ്മെല്ലിനെ കുറിച്ച് പോലും ഇസ്ലാം സംസാരിക്കുകയാണ്.
നോമ്പുകാരന്റെ വായയിൽ ഉണ്ടാകുന്ന നാറ്റം, ആ സ്മെല്ല് അള്ളാന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധപൂരിതമാണെന്ന, കസ്തൂരിയേക്കാൾ പരിമളമുണ്ട് നോമ്പുകാരന്റെ വായയിൽ ഉണ്ടാകുന്ന നാറ്റത്തിന് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്തിട്ട്, അള്ളാഹിനെ കൊണ്ട് സത്യം ചെയ്ത് പറയുമ്പോ ഇനി ഒരു നോമ്പിനെ കുറിച്ച്, നോമ്പുകാരനെ കുറിച്ച് ഇതിന്റെ അപ്പുറം ഇനി എന്താ ഇസ്ലാം പറയേണ്ടത്? എന്നിട്ട് പ്രവാചകൻ തുറന്നു പറയാ, അവൻ എനിക്ക് വേണ്ടിയാണ് ആഹാരപാനീയങ്ങളെല്ലാം ഉപേക്ഷിച്ചത്, അവന്റെ ഇച്ഛകളെല്ലാം ഒഴിവാക്കിയത് എനിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നോമ്പിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞൊരു വാചകമുണ്ട്, അസ്യാമുലി, നോമ്പ് എനിക്കുള്ളതാണ്, വഅന അജ്സി ബിഹി, അതിന് പ്രതിഫലം കൊടുക്കുന്നത് ഞാനാണ്, വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ, ഓരോന്നിനും 10 ഇരട്ടി പ്രതിഫലമാണ്. ഈ പറഞ്ഞ സെന്റൻസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അസ്യാമുലി വഅന അജ്സി ബിഹി, അല്ലാഹു പറയാ നോമ്പ് എനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം കൊടുക്കുന്നത് ഞാൻ. അപ്പൊ നമസ്കാരം ആർക്കുള്ളതാണ്? നമ്മൾ നിസ്കരിക്കുന്ന അള്ളാന്റെ വജു ഉദ്ദേശിച്ചിട്ടില്ലേ? നിസ്കാരത്തിന് ആരാ കൂലി തരുന്നത്? റബ്ബാണ്. സക്കാത്ത് കൊടുത്താൽ കൂലി തരുന്നവരാ അള്ളയാണ്. ഹജ്ജിനും ഉംറക്കും കൂലി തരുന്നവരാ അള്ളയാണ്. എല്ലാ ഇബാദത്തിനും കൂലി തരുന്നവരാ അള്ളയാണ്. പക്ഷേ അസ്സലാത്തുലി, നമസ്കാരം എനിക്കുള്ളതാണെന്ന് അല്ലാഹു പറഞ്ഞില്ല. വഅന അജ്സി ബിഹി, അതിന് കൂലി കൊടുക്കുന്നത് ഞാനാണെന്ന് അല്ലാഹു പറഞ്ഞില്ല. അസ്സകാത്തുലി വഅന അജ്സി ബിഹി, സക്കാത്ത് എനിക്കുള്ളതാണ്, അതിന് കൂലി കൊടുക്കുന്നത് ഞാനാണെന്ന് അല്ലാഹു പറഞ്ഞില്ല. അൽ ഹജ്ജുലി വൽ ഉംറത്തുലി, ഹജ്ജും ഉംറയും എനിക്കുള്ളതാണ്, അതിന് കൂലി കൊടുക്കുന്നത് ഞാനാണെന്ന് അല്ലാഹു എടുത്തു പറഞ്ഞില്ല. നോമ്പിനെ കുറിച്ച് മാത്രമായി അല്ലാഹു പറയുകയാണ്, അസ്യാമുലി, നോമ്പ് എനിക്കുള്ളതാണ്, വഅന അജ്സി ബിഹി, അതിന് പ്രതിഫലം കൊടുക്കുന്നതും ഞാനാണ്. ഇത്ര ശ്രേഷ്ഠതയുണ്ട് നോമ്പിന്. അതുകൊണ്ട് യഥാർത്ഥ നോമ്പുകാരനായി മാറാൻ സാധിക്കണം. ലഅല്ലകും തത്തഖൂൻ, നോമ്പിലൂടെ നേടിയെടുക്കേണ്ടത് തഖ്വയാണ്, ഹൃദയ ശുദ്ധീകരണമാണ്. അതല്ലാതെ പ്രവാചകൻ പറഞ്ഞു കുറെ ആളുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ തിന്നുന്നില്ല, കുടിക്കുന്നില്ല, ആമാശയത്തെ പട്ടിണി കിടന്നുണ്ട്, പക്ഷേ അവരുടെ നോമ്പ് അള്ളാഹ്ക്ക് വേണ്ടാണ്. എന്താ കാരണം? അവിടുന്ന് പറഞ്ഞുണ്ട്, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി വൽ ജഹൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ ത്വആമഹു വശറാബഹു. ഒരാൾ മോശമായ വാക്കും പ്രവൃത്തിയും അവിവേകവും വിവരക്കേടും ഇതൊന്നും ഒഴിവാക്കാൻ തയ്യാറില്ലയോ, അവൻ ആഹാര പാനീയങ്ങൾ ഉപേക്ഷിക്കണമെന്ന് അള്ളാഹുവിന് യാതൊരുവിധ ആവശ്യവുമില്ല. അപ്പൊ നോമ്പ് എന്ന് പറഞ്ഞാൽ വയറിന് മാത്രമല്ല, എല്ലാത്തിനും നോമ്പ്, എല്ലാ അവയവത്തിനും നോമ്പ്, കണ്ണിന് നോമ്പ്, കാതിന് നോമ്പ്, ഹൃദയത്തിന് നോമ്പ്, കൈകാലുകൾക്ക് നോമ്പ്, നാവിനൊക്കെ നോമ്പായിരിക്കണം. നാവിൽ നിന്ന് മോശമായത് ഒന്നും വരാൻ പാടില്ല. അതാണ് യഥാർത്ഥ നോമ്പ്. നോമ്പ് എന്ന് പറഞ്ഞാൽ അസ്യാമു ജുന്നത്തും മിനൻ നാർ, നരകത്തിൽ നിന്നുള്ള പരിചയാണ്. ഏതുപോലെ കജുന്നത്തി അഹദിക്കും മിനൽ ഖിതാൽ, യുദ്ധക്കളത്തിൽ എടുത്ത് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണല്ലോ പരിച എന്ന് പറഞ്ഞാൽ. എന്താ? ശത്രുവിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന വെട്ടുകളും കുത്തുകളും തടുക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ആ ഉപകരണം, ആ പരിച, അതാണ് നോമ്പ്. ഒരാൾ ചീത്ത പറഞ്ഞാൽ ഇന്നീ സ്വാഹിമു, ഞാനൊരു നോമ്പുകാരനാണ്, തിരിച്ചങ്ങോട്ട് പറയലല്ല, നമുക്ക് നോമ്പായി പോയി ഇല്ലെങ്കിൽ ഉണ്ടല്ല നമ്മുടെ ശൈലിയ. മഗ്‌രിബിന്റെ ഭാഗം ഒന്ന് കേട്ടോട്ടെ, ഞാൻ അങ്ങോട്ട് വരാം, നീ എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വരാം. നമ്മുടെ ഡയലോഗിന് വല്ല കുറവുണ്ടോ? നമ്മൾ നോമ്പുകാരാണെന്ന് പോലും നമ്മൾ മറന്നുപോവാ. നിന്റെ മോശമായ വാക്കും പ്രവൃത്തിയും വിവരക്കേടും ഈ ധിക്കാരം നീ ഒഴിവാക്കുന്നില്ലെങ്കിൽ ആഹാരപാനീയങ്ങൾ ഉപേക്ഷിക്കണമെന്ന് അള്ളാഹ്ക്ക് ഒരു ആവശ്യമില്ല. പട്ടിണി കിടന്നത് മാത്രം മിച്ചം. നോമ്പ് പോയി, കൂലി പോയി, ഒക്കെ പോയി. അതുകൊണ്ട് റമദാനിൽ നോമ്പുകാരാണെന്ന് മറന്നു പോകരുത്. ആരെങ്കിലും വല്ല വിവരമില്ലാത്ത മനുഷ്യന്മാർ, അല്ലെങ്കിൽ വാ പോയ ഗോടാലി എന്നൊക്കെ നമ്മൾ പറയും, ബെല്ലും ബ്രേക്കുമില്ലാതെ സംസാരിക്കുന്നവര്, അങ്ങനെയുള്ള വല്ല ജാഹിലീകളും വന്നാൽ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ, ഖുർആൻ പറയാ ജാഹിലീങ്ങൾ തങ്ങളോട് സംസാരിക്കാൻ വന്നാൽ സലാം പറയാ, സമാധാനപരമായ മറുപടി പറഞ്ഞിട്ട് പോവാ, പിന്നെ അവിടെ നിൽക്കണ്ട. വിശ്വാസികളെ പറ്റി പറയുന്നിടത്ത് വീണ്ടും ഖുർആൻ പറഞ്ഞു വഇദാ സമിഉൽ ലഗ്വ, വ്യർത്ഥമായ കാര്യങ്ങൾ അവർ കേൾക്കാനിട വന്നാൽ അഅറദു അൻഹു, അതിനെ തൊട്ട് അവരതാ തിരിഞ്ഞു പോവുകയാണ്. വഖാലു, അവർ പറയുകയാണ് ലനാ അഅമാലുനാ വലക്കും അഅമാലുക്കും, ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മം, നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മം. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സലാം. ലാ നബ്തഗിൽ ജാഹിലീൻ, ഞങ്ങൾക്ക് ജാഹിലീങ്ങളെ ആവശ്യമില്ല, ഞങ്ങളില്ല നിങ്ങളുടെ ഈ വിവരക്കേടിൽ നിന്നും മറുപടി പറയാൻ എന്ന് പറഞ്ഞ് സമാധാനപരമായ മറുപടി പറഞ്ഞ് നമ്മൾ പോകണം. അല്ലാതെ ഇങ്ങോട്ട്
കുറെ പറഞ്ഞു തരുന്നത് തിരിച്ചങ്ങോട്ട് ചീത്ത പറയണ്ട. നോമ്പുകാരനാണെന്ന ബോധം നഷ്ടപ്പെടാൻ പാടില്ല. നാവിന് കടിഞ്ഞാണിടാൻ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. ഇല്ലെങ്കിൽ നമ്മുടെ നോമ്പ് വേസ്റ്റായി പോകും. വഖൂലു ഖൗലൻ സദീദ, നല്ല വർത്താനം നിങ്ങൾ പറയുക. മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആര് അല്ലാഹുവിലും ആഖിറത്തിലും വിശ്വസിക്കുന്നുവോ അവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അതുകൊണ്ട് റമദാനിൽ നമ്മുടെ നാവ് പൊന്നായിരിക്കണം. ആരൊക്കെ എങ്ങനെയൊക്കെ നമ്മുടെ മർമ്മത്ത് പിടിച്ച് നമ്മളെ ഇളക്കാൻ ശ്രമിച്ചാലും നമ്മൾ ഇളകരുത്. ഇന്നി സ്വാഇമുൻ, ഞാനൊരു നോമ്പുകാരനാണ്. ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും പോയിട്ട് തലയിടാതിരിക്കുക. ഇസ്ലാം ഒരു മനുഷ്യന് നൽകുന്നതിൽ മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, ഒരു മനുഷ്യന്റെ ഇസ്ലാം നന്നാകുന്നതിന്റെ ലക്ഷണമാണ് പ്രവാചകൻ പറയാ അവൻ ആവശ്യമില്ലാത്ത കാര്യം വിട്ടുകളയാനുള്ളത്. വെറുതെ അനാവശ്യമായ കാര്യത്തിലൊക്കെ ഏർപ്പെട്ട് അനാവശ്യമായി തർക്കിച്ച് ഏഷണിയും പരദൂഷണവും ഫിത്തനയൊക്കെ ആയിട്ട് നടന്ന് വെറുതെ നമ്മുടെ നോമ്പ് കല്ലച്ചായി പോകരുത്. അതിന്റെ കൂലി നമുക്ക് നഷ്ടപ്പെടരുത്. അതുകൊണ്ട് റമദാനിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ നോമ്പുകാരായി ഈ റമദാനിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന മുത്തഖീങ്ങളായി തീരുവാൻ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, നോമ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്ന്, നമുക്ക് വേണ്ടത് നിയ്യത്താണ്. ഏതൊരു ഇബാദത്തിനും നിയ്യത്ത് വേണം. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, തീർച്ചയായും കർമ്മങ്ങളെല്ലാം സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിയ്യത്തില്ലാത്തതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല. അതുകൊണ്ട് റമദാനിൽ നോമ്പെടുക്കാൻ തീരുമാനിക്കുന്ന നമ്മൾ സുബഹിക്ക് മുമ്പായി തന്നെ നോമ്പെടുക്കുന്നു എന്ന നിയ്യത്ത് നമ്മളെല്ലാവരും മനസ്സിൽ കരുതേണ്ടതാണ്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം തന്നെ കരുതൽ എന്നാണ്. നവ എന്ന പദത്തിൽ നിന്നാണ് നിയ്യത്ത് എന്ന പദം ഉണ്ടായത്. നവ എന്ന് പറഞ്ഞാൽ കരുതി, നിയ്യത്ത് എന്ന് പറഞ്ഞാൽ കരുതൽ, മനസ്സിൽ കരുതലാണ്. കരുതലും പറയലും രണ്ടും രണ്ടാണ്. അപ്പൊ നിയ്യത്ത് ചൊല്ലിപ്പറയാനല്ല, മനസ്സിൽ കരുതലാണ്. അതുകൊണ്ട് നിയ്യത്തുണ്ടായിരിക്കണമെന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്ന പ്രാർത്ഥന നമുക്കൊക്കെ അറിയാവുന്നതാണ്. ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാവും, ഒന്നുകൂടി ഇഷാറത്ത് ചെയ്തതാണ്. ദാഹം പോയി, അതുപോലെ നാഡി ഞരമ്പുകളെല്ലാം നനഞ്ഞു, അള്ളാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലം ഉറപ്പായി എന്ന പ്രാർത്ഥന നോമ്പ് തുറക്കുന്ന സമയത്തുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുക. അതുപോലെ പ്രവാചകന്റെ സുന്നത്താണ് നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കാൻ എന്ന് പറഞ്ഞാൽ 6:36 ബാങ്ക്. 35 തുറക്കണം എന്നല്ല പറഞ്ഞത്. 36 ആയാൽ ബാങ്ക് കേട്ടാൽ ഒരു സെക്കൻഡ് പോലും പിന്നെ പിന്തിക്കാൻ പാടില്ല. പെട്ടെന്ന് നോമ്പ് തുറന്നോളാം. ചില ആളുകൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി 1 മിനിറ്റ് കൂടി കഴിയട്ടെ, ബാങ്ക് 2-3 വരിയെങ്കിലും കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യത്തിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. അല്ല, കേട്ടാൽ 36 ആയാൽ ഇൻഷാ അല്ലാഹ് ഈ റമദാനിൽ എല്ലാ ദിവസവും മഗ്‌രിബ് 6:36 ആണ് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ 6:36 ആയാൽ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് നോമ്പ് ഓർക്കുക. സമയമായാൽ നോമ്പ് ഓർക്കണം. 1 സെക്കൻഡ് പോലും താമസിപ്പിക്കാൻ പാടില്ല എന്നത് പ്രവാചകന്റെ സുന്നത്താണ്. അതുപോലെ തന്നെ ഒന്നുകിൽ കാരക്ക കൊണ്ട് നമ്മൾ നോമ്പ് തുറക്കുക, അതല്ലെങ്കിൽ പച്ചവെള്ളം കൊണ്ട് നോമ്പ് തുറക്കുക. അതാണ് സുന്നത്ത്. ഇനി ഇത് രണ്ടും കിട്ടിയില്ലെങ്കിൽ എന്താണോ കിട്ടുന്നത് അതുകൊണ്ട് നോമ്പ് തുറക്കുക എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ സുബഹിക്ക് മുമ്പ് നമ്മളെല്ലാവരും അത്താഴം കഴിക്കുക. ചില ആളുകൾ പറയും അത്താഴം കഴിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, നോമ്പൊക്കെ എനിക്ക് സുഖമാണ്, എനിക്ക് അതിനുള്ള സ്റ്റാമിനയൊക്കെ ഉണ്ട്. അതല്ല കാര്യം. അത്താഴം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പറഞ്ഞാൽ അതിൽ ബർക്കത്ത് ഉണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ ഒരു ബർക്കത്ത് ഉണ്ടാവും. ചിലപ്പോൾ ഇപ്പോൾ മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ടാവും, ആ സമയത്ത് കഴിച്ചാൽ ശാരീരികമായ അസ്വസ്ഥതകളുള്ള ആളുകളുണ്ടാവും. എന്നാലും ഒരു ഈത്തപ്പഴമാണെങ്കിലും ചെറിയ പഴമാണെങ്കിലും ബിസ്മി ചൊല്ലി അത്താഴം ആണ് എന്ന് കരുതിക്കൊണ്ട് കഴിക്കുമ്പോൾ അതിൽ പ്രത്യേകമായ അള്ളാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക. അതുപോലെ നോമ്പ് പിടിക്കുന്നതോടൊപ്പം തന്നെ നോമ്പ് തുറപ്പിക്കാൻ, നോമ്പുകാരായ ആളുകളെ നോമ്പ് തുറപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷിയുണ്ടെങ്കിൽ നോമ്പ് തുറപ്പിച്ചുകൊണ്ട് ഒരു ദിവസം തന്നെ ഒറ്റ നോമ്പിൽ തന്നെ ധാരാളം നോമ്പിന്റെ പ്രതിഫലം നേടിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ ജാഗ്രത കാണിക്കണം. സക്കാത്ത് എല്ലാം കണക്ക് നോക്കി കൃത്യമായി കൊടുക്കുന്നവരായിരിക്കണം. റമദാനിൽ ധാരാളമായി ഖുർആൻ ഓതുകയും ദിക്ർ ചൊല്ലുകയും ദുആ ഇറക്കുകയും സ്വലാത്തുകൾ അധികരിപ്പിക്കുകയും അല്ലാഹുവിലേക്ക് ധാരാളമായി എടുക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ദാനധർമ്മങ്ങളെല്ലാം നമ്മൾ വർദ്ധിപ്പിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ അടിച്ചു വീശുന്ന കൊടുങ്കാറ്റിനേക്കാൾ വേഗത്തിൽ ധർമ്മം ചെയ്യുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രത്യേക സ്നേഹത്തോട് പറയാണ്, പല തവണ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്, ജുമാക്ക് നിങ്ങൾ നേരത്തെ വരിക. അവസാനം വന്നിട്ട് എന്തെങ്കിലും കേട്ടുപോയിട്ട് കാര്യമില്ല. റമദാനിലെങ്കിലും ജുമായുടെ
12:40 ഇവിടെ ബാങ്ക്. ഇമാമ് മിമ്പറിൽ കയറുന്നത്, ഖത്തീബ് മിമ്പറിൽ കയറുന്നത്. അതിന് മുമ്പായി നിങ്ങൾ പള്ളിയിലെത്തിയാലേ നിങ്ങൾക്ക് അറ്റൻഡൻസ് തന്നെ കിട്ടുള്ളൂ. ജുമയുടെ പൂർണ്ണമായ പ്രതിഫലം കിട്ടണമെങ്കിൽ 12:40 മുമ്പ് ഈ ഹോളിൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾ കയറിയിരിക്കണം. റമദാനിലെങ്കിലും ജുമയുടെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന നല്ല മനസ്സിൻ്റെ ഉടമകളായി മാറണമെന്ന് സ്നേഹത്തോടെ വസിയത്ത് ചെയ്യുകയാണ്. അതുപോലെ തന്നെ തറാവീഹ് നമസ്കാരം 2 ദിവസം 3 ദിവസം നിസ്കരിച്ച് ക്ഷീണം കൊണ്ടുപോയി കിടന്ന് ഉറങ്ങുന്ന അവസ്ഥ ഉണ്ടാകരുത്. മൻ ഖാമ റമദാന, ആരെങ്കിലും റമദാനിൽ നിന്ന് നമസ്കരിച്ചാൽ ഈമാന വക്തിസാബ, ഈമാനോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം ആ നമസ്കാരത്തിലൂടെ പൊറുക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ പാലിക്കുക. ഇൻഷാ അല്ലാഹ് റമദാൻ ആയി കഴിഞ്ഞാൽ ഇവിടെ ഇശാ ജമാഅത്ത് 8:30 തറാവീഹ് നമസ്കാരം 8:50 മഗ്രിബ് ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ 9 മിനിറ്റ് ആയിരിക്കും ഗ്യാപ്പ് ഉണ്ടായിരിക്കുക. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ഇവിടത്തെ ഒരു ദിവസത്തെ ഡെയിലി നോമ്പ് തുറ എന്ന് പറയുന്നത് ഏകദേശം 3000 രൂപയാണ്. കഴിവിന്റെ പരമാവധി നമ്മളെ കൊണ്ട് എത്രത്തോളം നമുക്ക് എത്ര ദിവസം നോമ്പ് തുറപ്പിക്കാൻ കഴിയോ അത്രയും ദിവസം നമ്മൾ നോമ്പ് തുറപ്പിക്കുക. ഈ മഹത്വങ്ങളെല്ലാം പ്രതിഫലങ്ങളെല്ലാം കഴിയുന്നത് ഒന്നും നഷ്ടപ്പെടുത്താതെ വാരി കൂട്ടാൻ നമ്മൾ പ്രത്യേകം പരിശ്രമിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയിൽ എല്ലാവരെയും നമ്മൾ ഉൾപ്പെടുത്തുക. ഈ പള്ളിയുടെ തുടക്കം മുതൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും ഒരുപക്ഷേ അവരിന്ന് ഖബറിലായിരിക്കും. ഈ പള്ളി പടുത്തു നിർത്താൻ, അതല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ, ഇത് വലിയ ഒരു കേന്ദ്രമായി ഇതിനെ വളർത്തിക്കൊണ്ടുവരാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമുക്ക് മുമ്പേ നടന്ന ആളുകളുണ്ടാവും. അതുപോലെ നമ്മുടെ അള്ളാഹുവിൻ്റെ ദീൻ തൗഹീദ് ശിർക്ക് നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തന്ന നമ്മളുടെ പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിത നേതാക്കന്മാരുണ്ടാവും. പലരും ഖബറിലായിരിക്കും, നമ്മുടെ മാതാപിതാക്കൾ. ഇങ്ങനെ പല ആളുകൾ, അവർക്കൊക്കെ വേണ്ടിയും ആത്മാർത്ഥമായി നമ്മൾ അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ ചോദിക്കണം. നമ്മുടെ ഹൃദയം വിശാലമുള്ള ഹൃദയമായിരിക്കണം. നമുക്ക് ആരോടും ദേഷ്യമില്ല, വ്യക്തിപരമായി നമുക്ക് ഒരാളോടും വിദ്വേഷമില്ല. നാം ഒരാളെ വെറുക്കുന്നുവെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിലല്ലാതെ ആകാൻ പാടില്ല. സംഘടനയുടെ പേര് പറഞ്ഞിട്ടാണെങ്കിലും ഗ്രൂപ്പിൻ്റെ പേര് പറഞ്ഞിട്ടാണെങ്കിലും ഒരാളോട് നമുക്കൊരു വ്യക്തി വിദ്വേഷവും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ മനസ്സ് നന്നായില്ലെങ്കിൽ, രഞ്ജിപ്പ് യോജിപ്പ് നിങ്ങൾക്കിടയിൽ ഇല്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ അമലുകൾ പോലും സ്വീകരിക്കാത്ത അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് ആരോടും പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, കുശുമ്പില്ലാത്ത, അസൂയയില്ലാത്ത സുരക്ഷിതമായ ഹൃദയത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറണം. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന മനസ്സിൻ്റെ ഉടമകളായി മാറണം. ഈ സ്ഥാപനം ഇനിയും ഇവിടെ വളർന്ന് ഉയർന്ന് നല്ല പുരോഗതിയിലേക്ക് എത്തണം. ഒരുപാട് ആളുകൾ നമ്മുടെ പള്ളിയിൽ വരണം. നമ്മുടെ മദ്രസയിൽ മക്കൾ ഒരുപാട് ഉണ്ടാകണം. അവരെല്ലാവരും ഇവിടെ വന്ന് തൗഹീദും ശിർക്കും മനസ്സിലാക്കണം. ഇങ്ങനെ ജനങ്ങൾക്ക് അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞു കൊടുക്കുന്ന വലിയ കേന്ദ്രമായി ഈ സ്ഥാപനം വളരണം. അതിനുവേണ്ടി ഞാൻ ഉണ്ടാകും എന്ന നല്ല മനസ്സോടുകൂടി ഇതിന്റെ പിന്നിൽ ആത്മാർത്ഥമായി നമ്മൾ പ്രവർത്തിക്കുക. ചെറിയ ചെറിയ വിഷയങ്ങൾ എടുത്തിട്ട്, പ്രത്യേകിച്ച് നോമ്പ് തുറക്കുന്ന സമയത്ത് ചായ മറിഞ്ഞ് ചായ കൂടാണ്, സമൂസ കിട്ടിയില്ല, അത് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കാതെ ആ സമയത്തിന്റെ മഹത്വം മനസ്സിലാക്കി നല്ല മനസ്സോടുകൂടി അള്ളാഹുവിനോട് ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള നിയ്യത്തോടുകൂടി വുദുവൊക്കെ ചെയ്തിട്ടായിരിക്കണം നോമ്പ് തുറക്കാൻ നമ്മൾ വന്നിരിക്കേണ്ടത്. ഈ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളും പാലിക്കുക. അള്ളാഹു സഹായിക്കുമാറാകട്ടെ.